സ്വർണം വിദേശത്തേക്ക് കടത്തിയോ എന്നറിയണമെങ്കിൽ തിരുവനന്തപുരം VSSCയിൽ നടക്കുന്ന പരിശോധനയുടെ ഫലം വരണം. വ്യവസായി വിജയ് മല്യ 1998 സ്വർണം പൊതിഞ്ഞ് സ്ഥാപിച്ച പാളികൾ തന്നെയാണോ ശബരിമല ശ്രീകോവിലിൽ ഉള്ളത് എന്നറിയാൻ VSSCയിൽ നടത്തിയ സാമ്പിൾ പരിശോധനാ ഫലം ഉടൻ ലഭിക്കും. പരിശോധന അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പാളികൾ വിദേശത്തേക്ക് കടത്തിയോ അതോ സ്വർണ്ണ കവർച്ച മാത്രമായിരുന്നോ ലക്ഷ്യം എന്നത് ഈ പരിശോധനാ ഫലത്തിൽ വ്യക്തമാക്കുന്നു എന്നാണ് പ്രതീക്ഷ. വിജയ് മല്യ പൊതിഞ്ഞ സ്വർണത്തിന്റെ മാറ്റം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പൂശിയ സ്വർണത്തിന്റെ മാറ്റം റിപ്പോർട്ടിൽ ഉണ്ടാകും. 1.5 മാസം മുമ്പാണ് ശബരിമല ശ്രീകോവിലിൽ നിന്നും ദ്വാരപാലക പാളികൾ അടക്കമുള്ളവയുടെ സാമ്പിളുകൾ SIT ശേഖരിച്ചത്. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ലാബിൽ നിന്ന് ഈ മാസം 10-നകം പരിശോധനാ ഫലം വന്നേക്കുമെന്നായിരുന്നു ആദ്യ വിവരം. എന്നാൽ ഫലം ഉടൻ ലഭിച്ചേക്കുമെന്ന് അറിയുന്നു. പരിശോധനാ ഫലം വരും മുൻപേ പാളികൾ വിദേശത്തേക്ക് കടത്തിയിട്ടില്ല എന്ന് SIT പറഞ്ഞത് വിവാദമായിരുന്നു. പരിശോധനാ ഫലം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അനൗപചാരികമായി ലഭിച്ചതിനാലാണ് എന്ന് SIT ഈ നിലപാടിൽ എത്തിയതെന്നും വ്യക്തമല്ല. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന SIT നിലപാടിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദമെന്ന ആരോപണവും ശക്തമാണ്. CBI അന്വേഷണം ഏറ്റെടുത്താൽ പിണറായി സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകും. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ അറസ്റ്റിനും അപ്പുറത്തേക്ക് CBI അന്വേഷണം പോവാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഉന്നതർ ചോദ്യം ചെയ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന ഭയം ഇടതുവലത് മുന്നണികൾക്കുണ്ട്. പിണറായിയുടെ 3-ാം ഊഴം എന്ന CPM പ്രതീക്ഷ ഇത് വെല്ലുവിളിയാകും. ഈ സാഹചര്യത്തിൽ ഏതു വിധേനയും CBI അന്വേഷണത്തിന് തടയിടാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. കേസ് അന്വേഷണം 2 മാസം പിന്നിടുമ്പോൾ നഷ്ടസ്വർണത്തിന്റെ 10-1 പോലും തിരിച്ചുപിടിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ പിടിച്ചെടുത്തത് നഷ്ടമായ സ്വർണത്തിന്റെ തത്തുല്യ അളവിലുള്ള സ്വർണമാണെന്നാണ് SIT അവകാശപ്പെടുന്നത്. അത് വസ്തുതകളുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നതല്ല എന്ന കട്ടളപ്പാളികൾ രേഖകൾ പ്രകാരം ഉണ്ടായിരുന്ന 2519 ഗ്രാം സ്വർണം, പാർശ്വപാളികളിലെ സ്വർണം, ദശാവതാരം, രാശി ചിഹ്നങ്ങൾ, പ്രഭ, ശിവരൂപം തുടങ്ങിയ 7 പാളികളിലെ സ്വർണം എവിടെയെന്ന് SITക്കും അറിയില്ല. ശ്രീകോവിലിൽ നിന്നും കൂടുതൽ സ്വർണം കവർന്നതായി SIT അടുത്തിടെയാണ് കണ്ടെത്തിയത്. അങ്ങനെ നോക്കിയാൽ കേസ് ഇപ്പോഴും പ്രാരംഭ ദിശയിൽ തന്നെയാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ കേസ് അന്വേഷണം അന്തിമഘട്ടത്തിലാണ് എന്നും CBI വേണ്ടെന്നുമുള്ള SIT നിലപാട് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനേ സഹായിക്കുമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ നൽകിയത് സർക്കാരിന് മീതെ വരാൻ പോകുന്ന CBI അന്വേഷണത്തെ പ്രതിരോധിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്നും സംശയിക്കാം. ശബരിമലയിൽ നിന്നുള്ള സ്വർണവും പൂജാ വസ്തുക്കളും തിരുവനന്തപുരം UAE കൗൺസിലേറ്റിലെ നയതന്ത്ര പാഴ്സൽ വഴി വിദേശത്തേക്ക് കടത്തിയിരിക്കാമെന്ന സാധ്യതയിലാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരായിരുന്ന സ്വപ്ന സുരേഷ്, PS സരിത്ത് എന്നിവരുടെ ഒത്താശയിൽ വിദേശത്ത് നിന്ന് നയതന്ത്ര പാഴ്സൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണം കള്ളക്കടത്ത് നടത്തിയതിൽ മാത്രമാണ് മുൻപ് അന്വേഷണം നടന്നത്. ഇതേ ചാനലിൽ വിദേശത്തേക്ക് പോയ പാഴ്സലുകളിൽ എന്തായിരുന്നു എന്ന് ഇന്നും വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം തുടങ്ങിയത്. ശബരിമലയിലടക്കമുള്ള ദക്ഷിണേന്ത്യയിലെ ആരാധനാലയങ്ങളിൽ നിന്ന് മോഷണം പോകുന്ന വസ്തുക്കൾ വിദേശത്തേക്ക് കടത്തുന്ന റാക്കറ്റ് കേരളത്തിൽ സജീവമാണ് എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നതോടുകൂടിയാണ് നയതന്ത്ര ചാനലിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ഏജൻസികൾ നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്തിലെ അന്വേഷണ റിപ്പോർട്ടുകളും പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ എൻഫോഴ്സ്മെന്റ് പ്രിവന്റീവ് വിഭാഗങ്ങളുമാണ് പ്രാഥമിക വിവരശേഖരണം നടത്തുന്നത്. തെളിവുകൾ ലഭിച്ചാൽ ED കേസ് രജിസ്റ്റർ ചെയ്യും. സെക്രട്ടേറിയറ്റിലെ അർഹതയില്ലാത്ത പല ജീവനക്കാർക്കും നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ ലഭിച്ചതായും അവർ കോൺസുലേറ്റിൽ യഥേഷ്ടം കയറിയിറങ്ങി പാഴ്സലുകൾ അയച്ചതായും നയതന്ത്ര സ്വർണ്ണക്കടത്തിലെ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. അന്നത്തെ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ B സുനിൽകുമാർ ഇത് സംബന്ധിച്ച മൊഴി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ ഒപ്പം സീലും നിർബന്ധമാക്കിയിട്ടുള്ള നയതന്ത്ര ബാഗേജുകൾ പോലും അതില്ലാതെ ഗ്രീൻ ചാനൽ വഴി കടത്തിവിട്ടിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിൽ പ്രധാന സീറ്റിലിരിക്കുന്ന സംഘടനാ നേതാവ് തയ്യാറാക്കിയ പട്ടിക പരിശോധനയില്ലാതെ ഹൈക്കോടതിക്ക് നേരിട്ട് ശബരിമല പ്രത്യേക അന്വേഷണ സംഘം കൈമാറിയിരുന്നു. അന്വേഷണ സംഘം വിപുലീകരിക്കുന്നതിനായി SIT മേധാവി H വെങ്കടേഷ് ഹൈക്കോടതിയിൽ നൽകിയ 2 ഇൻസ്പെക്ടർമാരുടെ പട്ടിക തയ്യാറാക്കി നൽകിയത് സംഘടനാ നേതാവാണ്.
നേരത്തെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ സർവീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയുമായ നേതാവിനെയാണ് ആഭ്യന്തര വകുപ്പിൽ തന്നെ വിമർശനം ഉയർന്നത്. പട്ടികയിൽ ഒരാൾ CPM അനുകൂല ഓഫീസേഴ്സ് അസോസിയേഷൻ മുൻ ജില്ലാ പ്രസിഡന്റാണ്. സൈനികനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മർദ്ദിച്ച കേസിൽ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥനാണ് രണ്ടാമത്തെയാൾ. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതോടെ 2 ഉദ്യോഗസ്ഥരുടെയും നിയമനം ADGP തടഞ്ഞിരിക്കുകയാണ്. കേസ് അന്വേഷണത്തിൽ ഇടപെടുന്നില്ല എന്ന് സർക്കാർ പറയുമ്പോഴും നിർണായക പദവികൾ നിയമിക്കപ്പെട്ടിട്ടുള്ള സംഘടനാ നേതാക്കൾ വഴി അന്വേഷണത്തിൽ ഇടപെടുന്നുവെന്ന വിവരവും ഇതോടെ പുറത്തു വന്നു. പ്രതിപക്ഷ നേതാക്കളെ കൂടി കേസിൽ പെടുത്തി രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള നീക്കമാണ് സംഘടനാ നേതാക്കളെ ഉപയോഗിച്ച് ചെയ്യുന്നത് എന്നാണ് വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ രാഷ്ട്രീയത്തിലെയും പോലീസിലെയും പല പ്രമുഖരിലേക്കും ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയിട്ടില്ല. ശബരിമലയുമായും ദേവസ്വം ബോർഡുമായും ബന്ധമുള്ളവരിലേക്കും മാത്രം അന്വേഷണം വ്യാപിപ്പിച്ചാൽ മതിയെന്നുള്ള സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമാണ് അറിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ വിളികൾ പരിശോധിച്ചപ്പോൾ നിലവിലെ പ്രതികൾക്ക് പുറമെ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായും ഇയാൾ അടുപ്പം സൂക്ഷിച്ചിരുന്നു എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷണ സംഘം കൂടുതൽ വിവരം തേടിയിട്ടില്ല. പ്രമുഖ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾ നടത്തിയ സേവന പ്രവർത്തനങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി സജീവമായി പങ്കെടുത്തിരുന്നു. പോലീസ് സംഘടനയുടെ നേതാക്കളിൽ ഒരാളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബന്ധം പുലർത്തിയിരുന്നതായി SITക്ക് മൊഴി ലഭിച്ചിരുന്നു. ശബരിമല ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ പ്രധാന ആരാധനാലയങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളും സ്വർണവും നയതന്ത്ര പാഴ്സൽ വഴി വിദേശത്തേക്ക് കടത്തിയിരിക്കാം എന്ന സംശയത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. മുൻപ് നടന്ന അന്വേഷണം വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് സ്വർണം കടത്തിയിരുന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു. എന്നാൽ ഇതേ ചാനലിലൂടെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയ പാഴ്സലുകൾ എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് ഇന്നും ദുരൂഹത നിലനിൽക്കുന്നു. ആരാധനാലയങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന വസ്തുക്കൾ വിദേശത്തേക്ക് കടത്തുന്ന മാഫിയ കേരളത്തിൽ സജീവമാണെന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുൻപ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത്ത എന്നിവർക്ക് പുറമെ മറ്റു ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.